അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്, MLM ആണ്, മണി ചെയിൻ അല്ല. അല്ലേ? ഈ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വേണം. എന്താ മണി ചെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? എന്താ പറയാൻ പറ്റുക? മണി ചെയിൻ എന്താ? പൈസ മേടിച്ച് പൈസ കൊണ്ട് സർക്കുലേറ്റ് ചെയ്ത് പൈസ നേടിയെടുക്കുന്ന സിസ്റ്റമാണ് എന്ത്? മണി ചെയിൻ. അപ്പൊ പലപ്പോഴും നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യും, ആ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ വീണ്ടും നമുക്ക് പൈസ തിരിച്ച് നമ്മൾ മേടിച്ചെടുക്കാനായിട്ട് നോക്കും. അതായത് എടോ പല ആളെ ചേർത്തിട്ട് പൈസ വെച്ച് മറിച്ച് തന്നെ തിരിച്ചു പൈസ കിട്ടുന്നത്. RCM അങ്ങനെയല്ല. RCM 100% പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിനകത്ത് മണി ചെയിൻ്റെ ഒരു പാറ്റേണിലേക്ക് നമ്മൾ വരണില്ല. മണി സർക്കുലേഷൻ ഇതിനകത്ത് ഇല്ല. ഇതിനകത്ത് പ്രൊഡക്റ്റ് സർക്കുലേഷനാണ് വരുന്നത്. കോടിക്കണക്കിന് PV ഉള്ള അല്ലെങ്കിൽ കോടിക്കണക്കിന് ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ കീഴിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അയാൾ അയാളുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് മേടിച്ചില്ലെങ്കിൽ അയാൾക്ക് വരുമാനം ഉണ്ടാവില്ല, സീറോ ആയിരിക്കും. അതാണ് പ്രൊഡക്റ്റ് ബേസിസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നാണെങ്കിൽ വേറെ പരസ്യക്കാരില്ല. നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം ഹോം മീറ്റിംഗ് ആണ്. RCM ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ശരിക്കും മീറ്റിംഗ്സിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ വട്സാറ് പറയുന്ന പോലെ 5 മീറ്റിംഗ് ആണ് വേണ്ടത്. ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ന് എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കേട്ടിരുന്നോ? ഗോപാൽജി, ഇത് രണ്ടുപേർക്കും അറിയാം. ഞാൻ ഒന്ന് പറഞ്ഞേക്കട്ടെ. അത് 5 മീറ്റിംഗ്സ് ആണ് ഒരു വ്യക്തിക്ക് ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടി ചെയ്യേണ്ടത്. സാറൊക്കെ പുതിയ ആളുകളല്ലേ? വെരി ലക്കി. പുതിയ ആളുകൾ ഇന്ന് ഭാഗ്യമുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി നല്ലൊരു കഴിയുക. ഞങ്ങൾക്കൊന്നും ഇതൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. 5 കാര്യം നമ്മൾ ചെയ്യണ്ടേ. ആദ്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്താണ് RCM എന്നുള്ളത് പറയാനായിട്ട് നമ്മൾ പഠിക്കണം. ബേസിക്കലി ഇപ്പൊ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ പറയില്ലേ, ആ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞ് പറയുമ്പോൾ അതിന് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? സാമ്പിൾസ് കൊടുക്കുക. ബാബു സാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ഒരു തേയില നമ്മുടെ കയ്യിൽ വെക്കാം, ഒരു മഞ്ഞൾ പൊടി വെക്കാം, കായം, വേറെ ഒന്നും വേണ്ട. കായം എടുത്ത് ഒന്ന് പാക്കറ്റ് തുറന്ന് ഒന്ന് മണവിച്ചാൽ മതി. പ്രൊഡക്റ്റ് നല്ലതാണ്, നിങ്ങളൊന്ന് ഉപയോഗിക്കും. പൈസ കൂടുതൽ വേണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവരുടെ അടുത്തേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. 5 മീറ്റിംഗ്സ് ആണ് ശരിക്കും പറഞ്ഞത്. ഒന്ന് 1-to-1. സാറിന്റെ പേര് മുജീബ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ നമ്മൾ പരിചയമുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ എന്നോട് ചോദിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യണേ, എന്റെ പേര് രമ്യാണ്, എന്താ ചെയ്യണേ, ഇപ്പൊ കുറെ നാളെല്ലാം കണ്ടിട്ട്. അപ്പൊ ഞാൻ പറയും ഞാൻ RCM ആണ് ചെയ്യുന്നത് സാറേ. നല്ല പ്രൊഡക്റ്റുകളാണ്, നമുക്ക് അത്യാവശ്യം വേറെ പരസ്യക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പോണ പൈസ നമ്മളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരണമുണ്ട്. സേവിങ്സും ഉണ്ട്, ഒപ്പം നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. സാറ് വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലേക്ക് സാധനം മേടിച്ച് ഉപയോഗിക്കാം. സാറിന് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ വന്ന് മീറ്റ് ചെയ്യാൻ. ഞാൻ എന്തായാലും വൈഫിന്റെ അടുത്ത് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ സാറ് പറയും അല്ലേ. അപ്പൊ 1-to-1 ഞാൻ അവിടെ പറഞ്ഞു, സാറിനോട് പറഞ്ഞപ്പോ സാറ് പാതി മനസ്സിലാണ് സാറ് പോയത്. മുജീബ് സാർ പാതി മനസ്സിൽ പോയിട്ട് രണ്ടാമത് വൈഫിന്റെ അടുത്ത് പറയട്ടെ എന്നാ പറഞ്ഞേ. അടുത്ത ദിവസം 48 hours നമ്മൾ അടുത്ത മീറ്റിംഗ് ചെയ്യണം. ഫാമിലി വിസിറ്റ് എന്ത് ചെയ്യണം? രണ്ടാമത് ഫാമിലി വിസിറ്റിനെ ചെല്ലണേ. അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പുറത്തുനിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടൂല. RCM ഇത് സാധാരണ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും. ഒപ്പം ഓരോ 8 മാസവും നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. സീനിയോറിറ്റി കൂടുന്നതനുസരിച്ചിട്ട് 2 തുടങ്ങി 22% വരെ ക്യാഷ് ബാക്ക് ഉണ്ട്. ഏത് സാധാരണക്കാരനും ഇതിനുള്ള യോഗ്യതയുണ്ട്. ഒന്ന്, ഓരോ 8ാമത്തെ മാസവും ഫ്രീ പ്രൊഡക്റ്റ്. ശരിയല്ലേ? 6 മാസത്തെ പർച്ചേസിന്, ഓരോ തുടർച്ചയായിട്ടുള്ള 6 മാസത്തെ പർച്ചേസിന് 8ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും വാങ്ങിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. അത് കൂടാതെ 2 തുടങ്ങി 22% വരെ ക്യാഷ് ബാക്ക് ഉണ്ട്. നല്ല പ്രൊഡക്റ്റുകളാണ്. ലേഡീസിന്റെ കോസ്മെറ്റിക്സും ഇന്നോവേഴ്സും വരെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. മാഡത്തിനോടും കൂടെ പറഞ്ഞു. മാഡം ശരി, ഓക്കെ. 3ാമത്തെ കാര്യം എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യൂ, ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വീട്ടിലുള്ള ഒരു 5 ചുറ്റുപാടുള്ള ഒരു 5-6 പേരെ കൂടി വിളിക്കും. നിങ്ങൾ എന്ത് ചെയ്യാ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്കും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചുറ്റുപാടുള്ള അയൽക്കൂട്ടത്തിലുള്ള ലേഡീസിനെ വിളിച്ചാലും മതി, അല്ലെങ്കിൽ ബന്ധുക്കളെ വിളിച്ചാലും മതി. എന്നിട്ട് എന്ത് ചെയ്യാം? ഹോം മീറ്റിംഗ് കൊടുക്കുക.
ഹോം മീറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ അറിയുന്നു, നമ്മുടെ ചുറ്റുവട്ടുള്ള ആളുകൾ അറിയുന്നു. അതിനകത്ത് 1-2 പേർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. പ്രൊഡക്റ്റ് എന്തായാലും ഹോം മീറ്റിംഗ് നടത്തിയാൽ എന്തായാലും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും. ഹോം മീറ്റിംഗ് എടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഹോം മീറ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആശയത്തെ കുറിച്ചിട്ടല്ലേ നമ്മൾ പറയാം. അത് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അതായത് നമ്മൾ ആദ്യം ബേസിക്കലി എന്താണ് ആർസിഎം എന്ന് പറയണം. വാട്ട് ഈസ് ആർസിഎം? പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ആർസിഎം എന്താ? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ ഗുണ രീതി എന്ന് പറയും. ഇതെന്തുകൊണ്ടാണ് ശരി എന്ന് പറയണേ? ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. നമ്മുടെ വീട്ടിലൊരു പേസ്റ്റ് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അവിടെ ഒരു റീറ്റെയിലർ ഉണ്ടാവും, ഹോൾസെയിലർ ഉണ്ടാവും, ഏരിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടാവും, CNF ഏജന്റുമാരുണ്ടാവും. അവർക്കാണ് കമ്പനി കൊടുക്കണം. നമുക്ക് ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെക്കാളും വില കുറച്ച് നമുക്ക് സാധനം കിട്ടുന്നു. സിമ്പിൾ ആണ്. ഇതിന്റെ കമ്പനി എവിടെ? ഇത് 25 എടുത്ത് പറയേണ്ട ഒരു കാര്യം. 30% നമ്മളുടെ ജീവിത ചെലവിനെ ചുരുക്കാനായിട്ട് ബ്രാൻഡ് ചേഞ്ച് ചെയ്താൽ സാധിക്കും. സമ്മതിക്കുന്നുണ്ടോ സാർ? അതായത് മാർക്കറ്റിൽ നിന്ന് 50 രൂപയ്ക്ക് കമ്പനി നിർമ്മിക്കുന്ന സാധനം മാർക്കറ്റിൽ നിന്ന് 100 രൂപയ്ക്ക് മേടിക്കേണ്ടി വരുമ്പോൾ 50 രൂപയ്ക്ക് കമ്പനി നിർമ്മിക്കുന്ന സാധനം ആർസിഎമ്മിലാണെങ്കിൽ ഒരു 70 രൂപയ്ക്ക് നമുക്ക് കിട്ടും. 100 - 70 30% ജീവിത ചെലവിനെ ചുരുക്കാൻ ആർസിഎം കൊണ്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാ ഒരു ലോക്കൽ കോൾഗേറ്റിന്റെ ആയുർവേദിക് പേസ്റ്റിന് 95 രൂപ കൊടുക്കണം. ഗ്രാമുകളിൽ 96. അതൊന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്ത് ആർസിഎമ്മിൽ മേടിച്ചാൽ 70 രൂപ. ഡിസ്കൗണ്ട് കാർഡ് എടുത്താൽ 57 രൂപ. 96 70 പോയാല് എത്രയാണ്? 97 പോയാല് ഉണ്ടല്ലേ 76. ഏകദേശം അതിനോടടുത്ത് വന്നിട്ടുണ്ട്. സത്യമല്ലേ? എവിടെയും ആളുകൾ നോ അറിയില്ല. ഒരു നല്ല ബ്രാൻഡഡ് ലോഞ്ചറി ഇന്നർ വെയർ ജോക്കിയുടെ പുറത്തുനിന്ന് മേടിക്കുന്നതിന് ഒരെണ്ണത്തിന് 400 രൂപ വില വന്നാൽ 400 തന്നെ നമ്മൾ കൊടുക്കണം. ലോഞ്ചറിക്ക് ഇന്നർ വെയറിന് എത്ര കൊടുക്കണം? 400 രൂപ കൊടുക്കണം. ആർസിഎമ്മിലാണെങ്കിൽ പ്രിന്റഡ് പ്രൈസ് 400 ആണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 100 രൂപ വീണ്ടും കുറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുക. അത് കൂടാതെ സീനിയോറിറ്റി അനുസരിച്ചിട്ട് വാങ്ങിക്കുന്ന ഓരോ ഐറ്റത്തിനും 2 കോടി 28% വരെ ക്യാഷ് ബാക്ക് കിട്ടും. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? അടുത്തൊരു കാര്യം, അതായത് 30% ജീവിത ചെലവ് ചുരുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക. അടുത്ത ഒരു കാര്യം ചെയ്യാനായിട്ടുള്ളത് നമുക്ക് കമ്പനിയുടെ ക്രെഡിബിലിറ്റി കാണിച്ചു കൊടുക്കുന്നതാണ്. 2000 ഓഗസ്റ്റിൽ തുടങ്ങിയതാണ്. ഇത് 2025 കേരളത്തിൽ 2005 തുടങ്ങിയ ആർസിഎമ്മിന്റെ ഷോപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2025 എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? 20 വർഷമായിട്ട് കേരളത്തിലുണ്ട്. മലയാളികൾ മണ്ടന്മാരല്ല, നമ്മളെ പറ്റിക്കാൻ പെട്ടെന്നൊന്നും പറ്റൂല. ഒരു പരസ്യവും ഇല്ലാതെ സാറേ ഇത് ഇത്ര നാളായിട്ട് കേരളത്തിൽ ഉണ്ടെന്നാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന് വാല്യൂ ഉള്ളത് കൊണ്ടാണ്, ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ആളുകൾക്ക് മനസ്സിലായത് കൊണ്ടാണ് 20 വർഷമായിട്ട് കേരളത്തിൽ ആർസിഎം ഒരു കുഴപ്പമില്ലാണ്ട് പോണേ. വേണമെങ്കിൽ ഒന്ന് കൈയടിച്ചോ. കാരണം ഇത്രയും നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണെങ്കിൽ ഇന്ന് ആളുകൾ ഏറ്റെടുത്തത് നമുക്ക് മാത്രം പറയാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ്. എന്നിട്ട് ഒരു 5-10 പ്രൊഡക്റ്റിന്റെ കമ്പാരിസൺ ഒന്ന് കാണിച്ചു കൊടുക്കുക ഹോം പേജിൽ. അപ്പോൾ ആളുകൾ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രൊഡക്റ്റ് എവിടെ കിട്ടും, ഞങ്ങൾക്ക് മേടിക്കണമെന്നാണെങ്കിൽ എവിടെ കിട്ടും. അപ്പോ മുജീബ് സാറിനെ കാണിച്ചു കൊടുത്തിട്ട് പറയണം, സാറ് നിങ്ങളോട് എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ട് ഇതിനെ ഒന്ന് ചെയ്യാലോ എന്നുള്ള സംശയത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ സാറിൻ്റെ അടുത്ത് എന്തായാലും ഇനി ഈ പ്രൊഡക്റ്റ് കിട്ടും, നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് സാറിനോട് പറയണം. 3ാമത്തെ ഹോം മീറ്റിംഗ്, അതോടുകൂടി സാറ് റെഡി. 4ാമത്തെ മീറ്റിംഗ് ആണ് ഹോൾ മീറ്റിംഗ്. അടുത്തുള്ള ഹോൾ മീറ്റിംഗിൽ നമ്മൾ ഇവരെ കൂടി കൂട്ടിയിട്ട് വേണം
പോവാൻ. ഇതോടുകൂടി ഹോം മീറ്റിംഗ് കഴിയണതോട് കൂടിയിട്ട് അവർ സിസ്റ്റത്തിലേക്ക് എത്താനായിട്ട് തയ്യാറാവും. ഹോൾ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 5ാമത്തെ മീറ്റിംഗ് ആണ് മെഗാ ഇവന്റ്, മെഗാ പ്രോഗ്രാംസ്. അവിടെ കുറച്ച് പേരെ കൂടി കൂട്ടിയിട്ട് വരാനായിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തും. ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിൽ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയിരിക്കരുത്. പോകുമ്പോൾ ആരെ കൂടി കൂട്ടണം? എടവും വലവും ഒരാള് കൂടെ ഉണ്ടെന്നാണെങ്കിൽ ബിസിനസ് നടക്കും. ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് സ്റ്റാർപ്പേള് പുഷ്പലത ശിവു. മലയാളം തന്നെ നേരെ ചൊവ്വേ പറയാനായിട്ട് മാഡത്തിന് അറിഞ്ഞോളൂ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സിൽ താഴെയാണ്. തയ്യലായിരുന്നു ജോലി. ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ. ബോർഡിൽ എഴുതാനൊന്നും കാര്യമായിട്ട് അറിയാനൊന്നും പാടില്ല. പേടിച്ചിട്ട് പുറകിലേ ഇരിക്കുള്ളൂ. ആളിന്ന് ഒരു മാസം 80,000 രൂപയുടെ മേലെ പ്രതിമാസം വരുമാനം മേടിക്കുന്നുണ്ട് ആർക്കെങ്കിലും കൂടെ. എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ആദ്യമേ തന്നെ 200 എണ്ണം മേടിച്ച് കഴിയുള്ളൂ. ആര് വരുമെന്ന് നോക്കിയിട്ടല്ല, ഒരു 200 എണ്ണം മേടിച്ച് കഴിയുള്ളൂ. എന്നിട്ട് അത് മുഴുവനും കൊണ്ട് എല്ലാവർക്കും കൊടുത്ത് പ്രോഗ്രാമിലേക്ക് ആളെ കൊണ്ടെത്തിരുത്തും. അത് പ്രോഗ്രാമിന് 2 ദിവസം മുന്നേ വീണ്ടും വരും ടിക്കറ്റ് എടുത്തത് മേടിക്കാൻ. ഇതാണ് മാഡം ചെയ്യണം. മാഡത്തിന് പറഞ്ഞു കൊടുക്കാൻ സത്യം പറഞ്ഞില്ല. മാഡം പഠിച്ചു വരണേ ഉള്ളൂ. മാഡത്തിന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നുള്ള മാഡം പറയും. മാഡത്തിന്റെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ മാഡത്തിന് പറയാൻ. കുടുംബത്തിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പല സമയത്തും. ഒരു രാത്രി മുഴുവൻ പുറത്ത് കിടന്നിട്ടുണ്ട് ആർസിയുടെ പ്രമോട്ട് ചെയ്യാൻ പോയിട്ട്. വീട്ടുകാർ കയറ്റിയിട്ടില്ല, കേരളം പുറത്താക്കിയിട്ടുണ്ട്. മക്കള് മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ മക്കള് നാളെ കൊണ്ടുപോയി വിടാ എന്ന് പറഞ്ഞിട്ട് രാവിലെ പറയും എന്നെ കൊണ്ടുപോയിച്ചില്ല, മമ്മ വേടിക്ക് പോയിക്കോ, തന്നെ പോയിക്കും. എത്രയോ പ്രാവശ്യം കരഞ്ഞ കണ്ണുമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇന്ന് അങ്ങനെ പറഞ്ഞ മോൻ വരെ ഇന്ന് ആളുടെ കൂടെ ആർസിഎമ്മിലേക്ക് വേറൊരു ജോലിക്ക് പോകാണ്ട് ഇന്ന് ഇറങ്ങിയെന്നുള്ളതാണ് ആള് തെളിയിച്ച് കാണിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമല്ല. എന്തുണ്ടായാൽ മതി? ഒരു മനസ്സ് വേണം നേടണം എന്നുള്ള. ഒപ്പം കൂടെ ആളുകളെ കൊണ്ടുവന്നിരുത്താനായിട്ടൊരു ധൈര്യം കൂടി നമ്മൾ കാണിക്കാം. കാരണം നമ്മളൊരു കുഴിയിലേക്കല്ല ആളെ കൊണ്ടുപോയിട്ട് ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വേണ്ടേ? നമ്മൾ ഈ 5 മീറ്റിംഗ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ഇതുവരെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ പുറകെ പോകേണ്ട ആവശ്യം വരില്ല. ഇത് നമ്മൾ ആരും ചെയ്യാറില്ല. സത്യമല്ലേ സലീം സാറേ? ആരെങ്കിലും ചെയ്യാറുണ്ടോ ജെയിംസ് സാറേ? 5 ഫോളോ അപ്പാ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടാ. നമ്മുടെ ഒക്കെ ഗ്രേറ്റ് ഗുരു ഡോക്ടർ സുരേന്ദ്ര സാറ് പറഞ്ഞ സാറിന് വേണ്ടി നല്ലൊരു കൈയടി കൊടുത്തു. ഒരാളെ ചെയ്യേണ്ട ഫോളോ അപ്പ് 5 എണ്ണമാണ്. ഒരു മീറ്റിങ്ങിന് ചെയ്യേണ്ട ഫോളോ അപ്പ് 5 എണ്ണമാണ്. ഇതെല്ലാം പഠിപ്പിച്ചു തന്നത് വട്സാറാണ്. അപ്പൊ ഈ ഹോം മീറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇത് എന്താണ് ആർസിഎം എന്ന് നമ്മൾ പറയണം. കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എവിടെയാണ് ഇത് വരുന്നത്, എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. രണ്ടാമത് നമ്മൾ പറയേണ്ടത് അതിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്, അവസരങ്ങൾ. ചെയ്താൽ എന്ത് കിട്ടും? എത്ര കോടീശ്വരനാണെന്ന് പറഞ്ഞാലും 10 രൂപ എവിടെ നിന്ന് കൂടുതൽ കിട്ടുന്നു അങ്ങോട്ട് പോകാനാണ് എല്ലാവർക്കും താല്പര്യം. അവസരം ഒരിക്കലും പറയാതിരിക്കരുത്. പ്രൊഡക്റ്റ് നല്ലതാണെന്ന് 1 ടൈം യൂസിൽ മനസ്സിലാവും. ഒറ്റ യൂസിൽ, ശരിയല്ലേ? ഒറ്റ യൂസിൽ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് മനസ്സിലാവും. നമ്മൾക്ക് വേണ്ടത് ബിസിനസ് ആണെങ്കിൽ, നമ്മൾക്ക് വേണ്ടത് വരുമാനമാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എപ്പോഴും എന്തായിരിക്കണം? അവസരമായിരിക്കും. ഇതിന്റെ അവസരത്തിനെ കുറിച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ആളുകൾ വരുള്ളൂ. ഈ ബിസിനസ്സിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഇതിന്റെ അവസരം കാണിച്ചു കൊടുത്താൽ കിട്ടുന്ന വരുമാനമാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ? നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാവുന്ന തന്റേടത്തോട് കൂടിയിട്ട് പറയാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ കൂടെ ആര് വരും? ഷുവർ ആയിട്ട്, വെറുതെ പറയണതല്ല, നമ്മുടെ കൂടെ ആള് വന്ന് ജോയിൻ ചെയ്യും, അവർ വർക്ക് ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോന്നല്ല പറയണ്ടേ, നിങ്ങളുടെ കൂടെ ഞാനും ഇത് ചെയ്യാനുണ്ടെന്നുള്ളത്. ഇതിന്റെ അവസരം എന്താണോ, ആർസിഎമ്മിന്റെ അവസരം എന്താണോ, 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? അവനവന്റെ വീട്ടിലേക്ക് ഉപ്പും മല്ലിയും മഞ്ഞളും മുളകും ആട്ടയും ഓയിലും പേസ്റ്റും നല്ല ഭംഗിയില്ലേ കാണാൻ?
ബ്ലൗസ് ആർസ്യമാണ്, ഈ സാരി ആർസ്യമാണ്. എന്തായാലും നമ്മൾ എടുക്കും പ്രോഡക്റ്റുകൾ, ഒരു ബ്രാൻഡ് ചേഞ്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ അവസരം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ രണ്ടാമത്തതാണിത് അവസരം. മൂന്നാമത്തെ കാര്യമാണ് പ്രൊഡക്റ്റ്. വിത്തിടണം. ഞാൻ പറയണത് ഇന്റിമേറ്റ് വാഷ് എപ്പോഴും കയ്യിൽ കരുതുക, ഈ വാഷും കയ്യിൽ കരുതുക. 100 പ്രൊഡക്റ്റ് വേണ്ട, ഈ 2 പ്രൊഡക്റ്റ് മാത്രം കയ്യിൽ. ഇന്റിമേറ്റ് വാഷും പുറത്തുള്ള ഈ വാഷും ഒരിത്തിരി ഉപ്പും ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്, നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയാൻ വേറെ ഒരു സാമ്പിള് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം മതി. കാരണം എന്താ, വി വാഷ് ഉപ്പിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഉപ്പിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഉപ്പ് റബ്ബർ പോലെ ആവും. ഇന്റിമേറ്റ് വാഷ്, അതായത് നമ്മൾക്ക് ആർസിമിൽ കൂടെ കിട്ടുന്ന, കീസോളിൽ കൂടെ കിട്ടുന്ന ഇന്റിമേറ്റ് വാഷ് ഉപ്പിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, കണ്ടിട്ടില്ല എല്ലാവരും? എത്ര പേര് കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുള്ളതല്ലേ? ഭൂരിഭാഗം ആളുകൾ കണ്ടിട്ട്, കാണാത്ത ആളുകൾ അത് ചെയ്ത് നോക്കുക. വി വാഷിന്റെ വില 45 രൂപ, ഇന്റിമേറ്റ് വാഷിന്റെ വില 35 രൂപ. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞ് പോവില്ല. നമ്മുടേത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ പതപ്പിച്ച് അതിനെ കളയാൻ പറ്റും, വാഷ് ചെയ്ത് കളയാൻ പറ്റും. അത് മറ്റേത് വാഷ് ചെയ്ത് കളയാൻ പറ്റും, ഇത് വാഷ് ചെയ്ത് കളയാൻ പറ്റും. ഈ ഒറ്റ എക്സാമ്പിൾ കാണിച്ചു കൊടുത്താൽ മതി നമ്മുടെ പ്രൊഡക്റ്റിനെ എത്രത്തോളം നമ്മുടെ ശരീരവുമായിട്ട് യോജിച്ച് പോകുന്നത് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ പ്രൊഡക്റ്റിനെ പറ്റി പറയാം, അതുപോലെ തന്നെ ഇതിന്റെ പ്ലാൻ എന്താണെന്ന് പറയാം. ഒരു രൂപ പോലെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് 1000 തുടങ്ങി 50 ലക്ഷത്തിന് മേലെ വാങ്ങിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ അവരുടെ ഫോട്ടോയും കൂടി എടുത്ത് വെച്ചേക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ആ ബിഗിനറിന്റെ ഒരു ഫോട്ടോ, എന്റെ ഗ്രൂപ്പിലുള്ള ബിഗിനറാണ്, വന്നിട്ട് അധികം ദിവസമായിട്ടില്ല, ആൾക്ക് 1000 രൂപയുടെ മേലെ വരുമാനമുണ്ട്. ഇത് ഞങ്ങളുടെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള ലീഡർ ആയ യോഗി ശർമ്മേനെയോ വട്സാറിനെയോ ഒക്കെ എടുത്തു വെക്കുക. 25 ലക്ഷം 50 ലക്ഷം മേടിക്കുന്ന ആളുകൾ വരെ ഇന്ന് ജീവനോടെ ഇതിലുണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, സ്ഥിരതയോട് കൂടിയിട്ട് ആർസ്യങ്ങള് നിലനിന്നാൽ മതി എന്ന് പറയാം. പ്ലാൻ പറഞ്ഞു കൊടുക്കുക. അടുത്ത ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റിമോണിയൽസ്. അതാ ഞാൻ പറഞ്ഞപ്പോ വിജയിച്ച ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ആരൊക്കെയാണെന്നുള്ളത്. നമുക്ക് ആരെയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും? 1 ലക്ഷത്തിന് മേലെ മേടിക്കണേ ഒരാളുണ്ട് ഇവിടെ. സാറൊന്നും ഇവിടെ നല്ലൊരു കൈ കൊടുക്കും സാറിന് വേണ്ടി. നേരെ സംസാരിച്ച കേസ് ഇവിടെ ഒരു റിട്ടയർഡ് എംപ്ലോയി ഇവിടെ ലീഡറാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും അല്ലേ. 50,000 രൂപയുടെ മേലെ 80,000 രൂപയുടെ മേലെ മേടിക്കുന്ന സ്റ്റാർപ്പഴുണ്ട്. സാറൊന്നും ഇവിടെ വന്നേ, നല്ലൊരു കൈ സാറിന് വേണ്ടി കൊടുത്തേ. 50,000 മേലെ മേടിക്കുന്ന, ഒരു 60,000 രൂപയുടെ മേലെ മേടിക്കുന്ന പേൾ അച്ചീവേഴ്സ് ഉണ്ട്. സാറൊന്നും ഇവിടെ വന്നേ. ഫോട്ടോ എടുക്കും, നമ്മുടെ ടീം ലീഡേഴ്സിന് കാണിച്ചു കൊടുക്കാം. 50,000 മേലെ മേടിക്കുന്ന സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ഉണ്ട്. സാർ തോന്നേ, നല്ലൊരു കൈഡി കൊടുത്തു സാറിന് വേണ്ടിയിട്ട്. നല്ലൊരു കൈഡി കൊടുക്കുക, കൈയടിച്ചോ. 35-40 അടുത്ത് വരുമാനം മേടിക്കുന്ന ഒരു റോയൽറ്റി അച്ചീവർ ഇവിടെ ഉണ്ട്. മാഡം വന്നേ. സ്റ്റാർ ഗോൾഡ് അച്ചീവർ സുരേഷ് സാറും ഉണ്ട്. സ്റ്റാർ ഗോൾഡ് അച്ചീവർ വീഡിയോ കൊടുക്കാൻ. ഇനി ഇവിടെ ഉണ്ട് 30,000 മേലെ മേടിക്കുന്ന ഒരു റോയൽറ്റി അച്ചീവർ ഇവിടെ ഉണ്ട്. ഗോപാൽജി നോട്ട്സ് നിന്നേ. ഇത് ആർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈകളുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ ബിൽവാരല്ല ഡൽഹി പോയിട്ട് വന്ന ആളാണ്. നല്ല ചേച്ചി പറഞ്ഞോ ചേച്ചി
ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ ഒരു മാസം നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. എന്താണ് ആള് പറയണെന്നുള്ളത് ആൾ തന്നെ പറഞ്ഞു തരും. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കൊടുക്കുന്നതാ. 6ാം ക്ലാസ് വരെ പഠിച്ചത്, പക്ഷേ ആർസിഎമ്മിലെ 2ാമത്തെ ലെവല് ആള് കയറി. ഇനി മാഡം എന്താ ചെയ്തേ? ഹൗസ് വൈഫാണ്. ഇപ്പോ ആർസിഎമ്മിൽ എന്താ ഏത് ലെവലായി? സ്റ്റാർട്ടറായി. എന്താ ഇതില് സാറ് പറഞ്ഞേ. പഠിക്കാരനായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാർട്ടേഡ് 85,000 രൂപയാണ് ടോപ്പിക്ക്. ഈ മാസം മേടിച്ചത് 2,80,000 രൂപ ബോണസ്. എൻ്റെ പേര് സജിത് ഭായ്. ഞാൻ ഇൻഷുറൻസിൽ മാർക്കറ്റിങ്ങിലായിരുന്നു. ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു, പക്ഷേ ഒരു റെസ്പെക്റ്റോ ഹോണറോ കിട്ടിക്കൊണ്ടിരുന്നില്ല. പെൻഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു ഭാഗം കൂടി കിട്ടത്തുള്ളൂ, മീൻസ് വൈഫിനും കൂടി കിട്ടത്തുള്ളൂ. പിന്നെ കണ്ടിന്യൂവേഷൻ ഇല്ല. ഇതിൽ കിട്ടുന്ന റോയൽറ്റി എൻ്റെ മക്കൾക്കും അത് അടുത്ത ജനറേഷൻ കിട്ടുമെന്നുള്ള തിരിച്ചറിഞ്ഞു. മാത്രമല്ല ഇന്ന് സന്തോഷത്തോടു കൂടി നല്ല വരുമാനം, കഴിഞ്ഞ മാസത്തെ വരുമാനം, വലിയ വരുമാനം 1,47,000 ആയിരുന്നു. എൻ്റെ പേര് രാജി. ഞാൻ അക്കൗണ്ടിങ് ആൻഡ് ബില്ലിങ്ങിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യുന്നത് മാർച്ച് മാസം മുതൽ ഇപ്പോൾ ബിഗിനറായി, ഇപ്പോൾ സ്റ്റാർട്ടറായി. എൻ്റെ പേര് ഷെൽന ജോസഫ്, ഫോട്ടോ വെച്ചാണ്. ഞാൻ ശരി പറഞ്ഞാൽ 1 മാസമായിട്ടുള്ള സീരിയസ് ആയി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ സ്റ്റാർട്ടറായി. ഞാൻ 5-ാം തീയതി എൻ്റെ ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങളൊരു ഷോപ്പ് തുടങ്ങുകയാണ്. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തിരിക്കുന്നത്. എല്ലാവരും റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. എൻ്റെ പേര് വിനോദ് കുമാർ. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയായ ഒരു NHPC ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് 1.5 വർഷം മുമ്പ് റിട്ടയർ ആയതാണ്. ഇപ്പോൾ ഉമ്മം RCM ഷോപ്പ് എറണാകുളം പത്മ ജംഗ്ഷനിൽ ഉമ്മം RCM എന്ന പേരിലൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനാണ് ഇനിയും താല്പര്യവും പ്രവർത്തിക്കുന്നതും. എൻ്റെ പേര് ജെയിംസ്. ഞാൻ HMT-യിലായിരുന്നു, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിരുന്നു. ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് റിട്ടയർ ചെയ്തു. 5 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷം വീണ്ടും 2-3 കൊല്ലം കൂടെ ഞാൻ അവിടെ സർവീസ് ചെയ്തു. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ടും RCM മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ആദ്യം. ആ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയതുകൊണ്ടാണ് ഇതിൽ ഞാൻ സജീവമായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു പ്ലാറ്റ്ഫോമാണ് RCM. ഇത് നമുക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ ടെസ്റ്റിമോണിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ധൈര്യമായിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കാം. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും താങ്ക് യു. പുതിയ 2 സ്റ്റാർട്ടേഴ്സ് ഒന്നും ഇവിടെ നിൽക്കുക. അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്. പക്ഷെ ഷോപ്പ് ഇടുമ്പോൾ ഷോപ്പിൽ കൂടെ നമ്മുടെ ടീമിലേക്ക് നമ്മൾ എത്താൻ, ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളത്. അടുത്തത് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരും. അതായത് ഒരു ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ എന്താണ് RCM എന്ന് പറയണം, അതിന്റെ അവസരം പറയണം, അതിന്റെ പ്രൊഡക്റ്റ് പറയണം, പ്ലാൻ പറയണം. പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്കൊരു വരുമാനം കിട്ടാനായിട്ടുള്ള അവസരം ഇവിടെ ഉണ്ട്. RCM-നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ അടുത്ത് പറയാൻ സാധിച്ചാൽ നിങ്ങൾക്കും ഒരു വരുമാനം നേടാമെന്നുള്ള ഹിന്റ് മാത്രം കൊടുത്താൽ മതി. ബാക്കി ഡീറ്റെയിൽ പിന്നെ പറയാമെന്ന് പറയാം. എന്നിട്ട് ഇതുണ്ട്, ഇതിനകത്ത് വരുമാനം മേടിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് നിർബന്ധിക്കരുത്. നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ കൂടെ വരൂല. ഒരാളും വരും. വേണമെങ്കിൽ എടുത്താൽ മതിയെന്ന്, അതായത് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ നമുക്ക് വേറൊരു പ്രയോഗം കൂടി നടത്തേണ്ടി വരും. ശരിയല്ലേ വൈ സാറേ? ഇത് ചെയ്യണം, അത് വേണം. വേണമെങ്കിൽ അതായത് തള്ളിക്കളയല്ല വേണ്ടേ, അതിന്റെ നഷ്ടം എന്താണെന്നുള്ളതും കൂടെ അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി എടുത്തില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന നഷ്ടം എന്താണെന്നുള്ളതും കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കാം. മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാം. മാർക്കറ്റിൽ നിന്ന് 3000 രൂപയ്ക്ക് നിങ്ങൾ മേടിക്കുന്ന സാധനം RCM-ന് 2000 രൂപയ്ക്ക് കിട്ടിയാൽ ഒരു 12 മാസം കൊണ്ട് 3000 × 12 എത്ര വരും?
36,000 രൂപയ്ക്ക് ഒരു മാസം മേടിക്കേണ്ടിയിരുന്ന സാധനം RCB എന്നാണെങ്കിൽ 24,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? ഒരു വർഷം ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 36,000 മേടിക്കേണ്ടിയിരുന്ന സാധനം ബ്രാൻഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ 12,000 രൂപ നമ്മുടെ പോക്കറ്റിൽ ഇടേണ്ടിയിരുന്ന ആര് കൊണ്ടുപോയി? പരസ്യക്കാർ കൊണ്ടുപോയി. പരസ്യക്കാർക്ക് കാശ് കൊടുക്കണോ, കുടുംബത്തിന് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കണോ എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത്രയും പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യില്ല. 1000 രൂപ പറയുമ്പോൾ ആർക്കും മീച്ച ഉണ്ടാവില്ല. 12,000 രൂപ ഫോണെന്ന് പറയുമ്പോ അതൊന്ന് കൊള്ളും, ഒന്ന് ഉള്ളു പെടയും. ശരിയല്ലേ? ഇത് വേണം നമ്മള് ആളുകളുടെ പറഞ്ഞു കൊടുക്കാൻ. വരായികൾ അതിനുശേഷം ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ അടുത്ത ഹോം മീറ്റിംഗ്, ആ ഹോം മീറ്റിംഗിൽ ഇരിക്കുന്ന കണ്ണിൽ തിളക്കമുള്ള ഒരാളുടെ അടുത്ത് അവരുടെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് നടത്താനും നമ്മൾ വരാമെന്നുള്ളത് നമ്മൾ പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. ഹോം മീറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ. ഈ ബിസിനസ് വിജയിക്കണം എന്നാണെങ്കിൽ എന്ത് വേണം? ഒറ്റയാൾ പട്ടാളമായിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ നമ്മളെക്കാളും കഴിവുള്ള ആളുകളെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഒരു നല്ല ലീഡറായിട്ട് മാറുക. നമ്മുടെ കൂടെ നമ്മളെക്കാളും കേവലായിട്ടുള്ള ഒരാളെ കൊണ്ടുവരുമ്പോഴാണ് നമ്മളൊരു ലീഡർഷിപ്പിന്റെ ലെവലിലേക്ക് വരിക. അത് വേണം എന്നാണെങ്കിൽ അതിന് ഹോം മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ ആളുകളുണ്ട്, ഹോം മീറ്റിംഗ് എടുക്കുന്ന ആളുകൾ വളരെ കുറവാ സാറേ, ചോദിക്കണ്ട. എല്ലാവർക്കും എടുക്കണമെന്ന് താല്പര്യമുണ്ട്. ഒരു ദിവസം വൈകുന്നേരം, എല്ലാ ദിവസവും ഈ ജൂൺ മാസത്തിലെ എല്ലാ ദിവസവും വൈകുന്നേരം കൂട്ടുകാരികളുടെയോ നമുക്ക് പരിചയമുള്ള ബന്ധുക്കളുടെയോ വീട്ടിലേക്ക് ചെല്ലുക. അവർക്കടുത്ത് ചെന്ന് RCB എന്താണെന്ന് പറയും. ഏറ്റവും കൂടുതൽ റിജക്ഷനും കുത്തുവാക്കുകൾ കേൾക്കാൻ പോണത്, കളിയാക്കലുകൾ കേൾക്കാൻ പോണത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്നായിരിക്കും. ഒന്നും മൈൻഡ് ചെയ്യണ്ട. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കുട്ടിയാക്കാൻ ഇതിനോളം ചെന്ന മാർഗം വേറെ ഇല്ല. നാണകേട്ട് പോകും നമ്മള്. ഒന്നും വിചാരിക്കേണ്ട. കാരണം അവർക്ക് ആശയം പറഞ്ഞുകൂടാ. അവരെ കളിയാക്കി അവരെന്ത് പറഞ്ഞാലും മനസ്സിന് വിഷമം വിചാരിക്കേണ്ട. കാരണം അവർക്ക് അറിയാഞ്ഞിട്ടാണ്, അറിയാത്തത് കൊണ്ടാണ് അവരതിനെ കുറിച്ചിട്ട് കൂടുതലും ഇത് പറയാത്തത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് കൂടുതൽ പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതിന് നമുക്ക് എക്സ്പീരിയൻസിൽ കൂടെ വേണം ഇതുപോലെ നമുക്ക് കറക്റ്റ് ചെയ്ത് വരാൻ. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യാം? റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോവാം. കണ്ടിന്യൂസ് ആയിട്ട് മുടക്കരുത്. എല്ലാ ദിവസവും നമുക്ക് പറ്റുന്നതാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഫോണിൽ കൂടെ ആണെങ്കിലും നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എങ്കിലും എടുത്ത് നോക്കാം. ഈ മാസത്തെ കംപ്ലീറ്റ് ആക്ടിവിറ്റി ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആളുകൾ എത്ര പേരുടെ കൂട്ടത്തില്? എപ്പോഴും കണ്ടോ, എന്റെ കലണ്ടർ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഫോണിലെ കലണ്ടറിൽ ഓരോ ദിവസവും ചെയ്യാനുള്ളത് എന്താണോ, ആരെ കാണണമോ എഴുതുക. ആര് നിങ്ങൾക്ക് മീറ്റിംഗ് തന്നിട്ടില്ലേലും എന്ത് ചെയ്യാൻ വേണം? ടെർമിനേറ്റ് ആയിട്ട് കിടക്കണ ഓരോരുത്തരുടെയും പേരെടുത്തിട്ട് അവരുടെ വീട്ടിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലാന്നുള്ളത് ഫോൺ വിളിച്ചെടുക്കൂല. അറിയാവുന്ന ആളുകളുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് ചെന്ന് സംസാരിച്ച് കാര്യം പറഞ്ഞു കൊടുക്കുക. നഷ്ടം അവർക്ക് ഒരിക്കലും നമ്മുടെ കാരണം ഉണ്ടാകരുത്, നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കാരണം ഉണ്ടാകരുത്. ഹോം മീറ്റിംഗ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗിരീഷ് സാർ എപ്പോഴും പറയണ പോലെ എന്താണ്, ബിസിനസ് തനിയെ ഉണ്ടാവണതല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ബിസിനസ്. അപ്പൊ അതുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാലോ പറയാതിരുന്ന് കഴിഞ്ഞാലോ ബിസിനസ് വരില്ല. പകരം നമ്മൾ ഇറങ്ങി തന്നെ കുറച്ച് നാളത്തേക്ക് നമ്മൾ നമ്മുടെ സമയം മാറ്റി വെക്കാനായിട്ട് തയ്യാറാണെങ്കിൽ, ഹോം മീറ്റിംഗ്സിന് പ്രാധാന്യം കൊടുത്തിട്ട് റെഗുലർ ഹോം മീറ്റിംഗ് വരികയാണെങ്കിൽ റെഗുലർ ജോയിനിങ്സ് വരും. റെഗുലർ ജോയിനിങ്സ് ഉണ്ടെന്നാണെങ്കിൽ ബിസിനസ്സിൽ മാറ്റം ഉണ്ടാവും. ഇതല്ലാതെ വേറെ ഒരു മന്ത്രവും ഇല്ല RCB വിജയിക്കാൻ. ഹോം മീറ്റിംഗ് തന്നെയാണ് RCB വിജയിക്കാനായിട്ടുള്ള മന്ത്രം. പറയാൻ അറിയില്ലെങ്കിൽ കൂടെ ഒരാളെ കൂടെ കൂട്ടുക. സ്പോൺസർ യുവർ വീക്ക്നെസ്. സ്പോൺസർ യുവർ വീക്ക്നെസ്. എനിക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടിയാൽ മതി. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടിയാൽ മതി.
തീരുമാനം എടുക്കുക, മുന്നേറുക. അതിനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കണം. ഭയങ്കര ആഗ്രഹം. കാരണം അവർ ഇച്ചിരി സ്പീച്ച് ഡിലെയാണ് കൊണ്ടുപോയി ചേർക്കുന്നത്. ഈ ആലുവയിലാണ് ദേശപ്പെട്ടത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അല്ലേ, അത്ര ഉണ്ടാവും അല്ലേ. എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാത്ത ഞാൻ, അതായത് ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സത്യമുള്ളത് പറയാം. വീട്ടിലെ ഏറ്റവും കൂടുതൽ അടിപിടി ഉണ്ടാവുന്നത് എനിക്ക് വ്യവസായോട് ഇപ്പോഴും ചോദിച്ചാൽ അറിയാം. 7-8 മണിക്കുള്ളിൽ ഞാൻ എഴുന്നേക്കുള്ളൂ. മോശ ശീലമായിരുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിനകത്തേക്ക് കൈകാര്യം നോക്കുള്ളൂ. മുന്നേ ഞാൻ എഴുന്നേക്കില്ല. സ്വിമ്മിങ് ക്ലാസ് തുടങ്ങുന്ന സമയം 5 മണിക്ക് അവിടെ ചെല്ലണം. 5:30 വരെ എക്സസൈസ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടെസ്റ്റും കാര്യങ്ങളും. 6 മണിക്ക് 5:30, 5:45, 6 മണിക്കുള്ളിൽ വെള്ളത്തിലിറങ്ങും. 5 മണിക്ക് അവിടെ എത്തണമെന്നാണെങ്കിൽ 4:30-എങ്കിലും ഞാൻ പോകണം. 4:30-ക്ക് പോകണമെന്നാണെങ്കിൽ ഞാൻ എപ്പോൾ എഴുന്നേക്കണം? 4 മണിക്കെങ്കിലും ഞാൻ എഴുന്നേക്കണം. എൻ്റെ ഫസ്റ്റ് കംഫർട്ട് സോൺ ഞാൻ ബ്രേക്ക് ചെയ്തു. ഇപ്പം എല്ലാ ദിവസവും 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. മോനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയത്. അവിടെ ചെന്നിട്ട് അവരൊരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരും. മാർച്ച് തുടങ്ങി ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയി. പക്ഷെ മാർച്ചിന്റെ സമയത്ത് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ല. അറിഞ്ഞൂടാ, അത് എടുക്കണം. ഇനി അടുത്ത ആഗ്രഹം അതാണ്, അത് ഞാൻ ചെയ്യും. വണ്ടി ഓടിക്കാൻ അറിയാപ്പോൾ എന്നെ ആരെങ്കിലും കൊണ്ടുപോയി എത്തിക്കണം. ഹസ്ബൻഡിന് നടുവിന് ചെറിയൊരു പ്രശ്നമായിട്ട് ആള് കിടപ്പായി. അത് കണ്ടിട്ട് ചേട്ടന് വയ്യാണ്ടായപ്പോൾ അച്ഛനും അമ്മയും പ്രായമുള്ള ആളുകളാണ്. അച്ഛൻ ഭക്ഷണം കഴിക്കാണ്ട് അച്ഛനൊരു റൂമില്, അമ്മ ഇതിന്റെ ടെൻഷൻ അടിച്ചിട്ട് അമ്മയും ഹാഫ് പാരലൈസ്ഡ് ആയ അവസ്ഥയിൽ ഒരു റൂമിൽ. അപ്പൊ 2 പേരും ഒരു റൂമില്, ഹസ്ബൻഡ് ഒരു റൂമില്. ഹസ്ബൻഡിന് ഞാൻ വാരി കൊടുക്കണം ഭക്ഷണം. എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, കിടന്ന കിടപ്പ് ഓയിലിട്ടോണ്ടിരിക്കണം. വാരി വേണം കൊടുക്കാൻ. അതിന്റെ കൂടെ 2 ബീറ്റി പിള്ളേരും. മുടക്കിയാൽ ഇവന്റെ പഠനം, സ്വിമ്മിങ് മുടങ്ങിപ്പോവും. കൊണ്ടുപോകാൻ ആളില്ല. മഞ്ഞമ്മേലിൽ നിന്ന് ആന്റീനെ വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് ബ്രദറിനെ വിളിച്ചു വരുത്തും. എന്തായിരുന്നു ആഗ്രഹം? കൊച്ചിനെ സ്വിമ്മിങ് ചെയ്യിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവന്റെ സ്പീച്ച് കറക്റ്റ് ചെയ്യാൻ. മെയിൻ ആഗ്രഹം അതായിരുന്നു. അത് കറക്റ്റ് ചെയ്യണത് എൻ്റെ തെറാപ്പിസ്റ്റ് പറഞ്ഞതുകൊണ്ട് അത്ര നിർബന്ധിച്ചു പോയതാണ്. വേണ്ടാന്ന് വെക്കായിരുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഇത് പഠിപ്പിച്ചെടുത്തു. ഇന്നലെ അവൻ 2 കിലോമീറ്റർ പെരിയാറ് നീക്കി. 2 കിലോമീറ്റർ 2 പ്രാവശ്യം ക്രോസ് ചെയ്തു. കുറെ കുട്ടികളുണ്ട് അവരുടെ കൂടെ തന്നെ. ക്രോസ് ചെയ്യിപ്പിച്ചെടുത്തു. വേണമെങ്കിൽ മാറ്റി നമുക്ക് വെക്കാമായിരുന്നു. ഗോൾ സെറ്റ് ചെയ്യണം കറക്റ്റ് ആണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകണം എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാറേ, നമുക്ക് ആര് വന്നാലും നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് പറ്റുമോ? ആർക്കും നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. പോണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോയിരിക്കും. നാഗവല്ലി ആയിട്ടാണെങ്കിലും നമ്മള് അല്ലേ, എന്നെ വിടമാട്ടെ ചോദിക്കൂലേ, പോയിരിക്കും. അതുപോലെ ഒരു ഡിറ്റർമിനേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാവും. എനിക്കൊരു ഹോം മീറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയാനാണ് പറഞ്ഞത്. പക്ഷെ ആ ഹോം മീറ്റിംഗ് ആണ് RCMSSൽ വിജയിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ചവിട്ടുപടി. ഇത് ഞാൻ പറഞ്ഞതല്ല, വിജയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും, മൂർത്തി സാർ അടക്കം. മൂർത്തി സാർ ഒരാളുണ്ടെങ്കിലും ഹോം മീറ്റിംഗ് ഒരാളുണ്ടെങ്കിലും സാറ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഡോക്ടർ ശ്രീധരൻ സാർ ഏറ്റവും കൂടുതൽ ഹോം മീറ്റിംഗ്സിന് പോയിരിക്കുന്നതാണ്. ഡോക്ടർ രാജൻ സാർ ഏറ്റവും അധികം ഹോം മീറ്റിംഗ് ചെയ്തിരിക്കുന്നതാണ്. ഗിരി സാറ്, സാറുകളാണ്. ഇവരൊക്കെ ഹോം മീറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാബു സാർ ആണെങ്കിലും ഹോം മീറ്റിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആളുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഹോം മീറ്റിംഗ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണ്ട, ലീഡേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യണ്ട, നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണ്ട. അവനവന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും. കാരണം പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, ബോണസ് കിട്ടി, എത്ര പേര് ലീഡേഴ്സിനെ കൊണ്ട് കൊടുത്ത്? ഞാൻ കൊടുത്തില്ല. നോണ പറയൂ, സത്യം പറയൂ, ഞാൻ കൊടുത്തില്ല. കുടുംബത്തിൽ തന്നെ പറഞ്ഞത്. മീറ്റിംഗ്സിൽ കൂടെ വലിയ വലിയ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. മടി പിടിക്കരുത്.
നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യാം. എൻ്റെ കംഫർട്ട് സോൺ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാം. ഇനിയിപ്പോൾ 4 മണിക്ക് സ്വിമ്മിംഗ് ക്ലാസ് ഇരിക്കരുത്, ഏതെങ്കിലും ജിമ്മിലോ യോഗ ക്ലാസ്സിലോ ഒക്കെ പോയി ചേർന്നിട്ട് പുതിയ പുതിയ ആളുകളെ കൂടി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നേരാണ് എന്നെ കേട്ടിരുന്നതിന്. താങ്ക് യു സോ മച്ച്. ജയ ആർ സി.